ആമേൻ. ഈ മാസം ആമേൻ പാസ്റ്റർ നമുക്ക് പ്രോമിസ് വേടാ നൽകിയത് ഒറ്റ വാക്കാണ്, സക്സസ്. ഇന്ന് പകൽ സക്സസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആമേൻ. മലയാളത്തിൽ ഒത്തിരി അതിന് അർത്ഥങ്ങളുണ്ട്. വിജയം, സമൃദ്ധി, ഐശ്വര്യം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഈ മാസം നമ്മുടെ ലൈഫിൽ സമൃദ്ധിയുടെ ഒരു മാസമായിരിക്കും, ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമ്പോൾ ആമേൻ സമൃദ്ധിക്ക് വിരോധമായി നിൽക്കുന്ന എന്തൊക്കെയോ വിട്ടു മാറിപ്പോവുകയാണ്. ആമേൻ സ്തോത്രം. വചനം ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയാം, അഭിഷിക്തന്മാരുടെ അതരത്തിൽ നിന്ന് വരുന്ന വചനത്തിന് നിങ്ങൾ ആമേൻ പറയുമ്പോൾ അതിനകത്തൊരു സക്സസ് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നമ്മളെ കണ്ണിന് കാണാത്ത ഒത്തിരി ദൈവപ്രവർത്തികൾ നടക്കും. ഇന്ന് പകൽ ഈ ഒരു മാസം ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, ഇതുവരെ കാണാത്ത ചില ഐശ്വര്യങ്ങൾ, ഇതുവരെ കാണാത്ത ചില സമൃദ്ധികൾ, ഇതുവരെ കാണാത്ത ചില വിജയം. കഴിഞ്ഞ മാസം വരെ പല പരാജയങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നെങ്കിൽ ഈ മാസം ഞാൻ പറയുന്നു നമ്മൾ കാണാൻ പോകുന്ന സമ്പൂർണമായൊരു വിജയം. നമ്മുടെ ജീവിതത്തിൽ അവിടെയായിട്ട് പലപ്പോഴും ജയം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഡിക്ലെയർ ചെയ്യുക, സമ്പൂർണമായ വിജയം, സമ്പൂർണമായ വിജയം. ഇന്ന് പകൽ അടുത്തിരിക്കുന്ന ഒരാളിനെ കരം കൊടുത്തിട്ട് പറ, നിങ്ങൾ സമ്പൂർണമായ ജയം കാണാൻ പോവുകയാണ്. ആമേൻ സ്തോത്രം. നിങ്ങൾ സമ്പൂർണമായ ജയം കാണും. നീ സമ്പൂർണമായ ജയം കാണും. ഹല്ലേലൂയ. ആമേൻ. ഒന്നോ രണ്ടോ പേർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞു, സമ്പൂർണമായ ജയം കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ഞെരിക്കുന്ന ചില ഞെരുക്കങ്ങൾ മാറിപ്പോകും, ചില അന്ധകാര ശക്തികൾ മാറിപ്പോകും. നിങ്ങളുടെ മേൽ ഇതുവരെ വെളിപ്പെടാത്ത ചില സക്സസ്സുകൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരും. എവിടെയാണോ നീ തോറ്റുപോയെന്ന് പറഞ്ഞു, എവിടെ നീ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞു, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക, ആമേൻ. ദൈവകുഞ്ഞ് നിന്റെ മേൽ ഒരു സക്സസ് വെളിപ്പെടാൻ പോകുക, ഒരു സമ്പൂർണ്ണ ജയം, ഒരു സമ്പൂർണ്ണ ജയം. ആമേൻ സ്തോത്രം. ജയമല്ല, ഒരു സമ്പൂർണ്ണ ജയം. അല്പം മാത്രമല്ല, അല്പ ദിവസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല. ഇന്ന് പകൽ ദൈവം തരുന്ന വിജയം അത് സമ്പൂർണ്ണ വിജയം. അത് നിന്റെ ആയുസ്സിന്റെ അവസാനം വരെ അത് പിന്തുടരുന്ന ജയമായിരിക്കും. ഇത് പകൽ നമുക്കൊരു വചനഭാഗം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. 1 ജയമുണ്ട്, 2 സമ്പൂർണ്ണ ജയമുണ്ട്. എന്താ ജയത്തിന്റെ പ്രത്യേകത? ജയത്തിന്റെ പ്രത്യേകത അതിനൊരു പീരീഡ് ഉണ്ട്, അതിനൊരു സമയമുണ്ട്, അതിനൊരു കാലാവധിയുണ്ട്. സ്തോത്രം. 10ാം ക്ലാസ്സിൽ ജയിച്ചു, അതൊരു ജയമാണ്. പക്ഷെ അതൊരു സമ്പൂർണ്ണ ജയം അല്ല. സ്തോത്രം. അതിന് മുകളിൽ +1 +2 ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡിഗ്രി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഉന്നത ജയങ്ങളുണ്ട്. അപ്പോൾ ജയമെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ഒരു സമയത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് വേണ്ടിയാണ് ജയം വരുന്നത്. പക്ഷെ സമ്പൂർണ്ണ ജയം വരുന്നത് ഒരു കാലഘട്ടത്തിനല്ല, അത് ആയുസ്സിന്റെ അവസാനം വരെ ഉണ്ടാവും. ആമേൻ സ്തോത്രം. വചനം പറഞ്ഞു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും. അത് ഒരു ദിവസത്തേക്കല്ല, ഒരു സീസണിന് വേണ്ടി വെളിപ്പെട്ട് വരുന്നതല്ല, അത് നമ്മുടെ ലോങ് ലൈഫാണ്, നമ്മുടെ നിത്യതയോളം നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നു, നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ ജയത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ജയത്തിൽ സന്തോഷിക്കുന്നത് തെറ്റല്ല, സന്തോഷിക്കണം. പക്ഷേ അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലോട്ട് പോകും. പക്ഷെ ഇന്ന് പകൽ സമ്പൂർണ്ണ ജയം നമ്മുടെ മേൽ വന്നാൽ ഇത് ഒരു ദിവസം കൊണ്ടല്ല, ഇത് നിത്യതയോളം ഇത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ജയം വേണോ, സമ്പൂർണ്ണ ജയം വേണോ എന്നുള്ള കാര്യം ഇന്ന് പകൽ അവർ ചിന്തിക്കണം. ജയം മതിയെങ്കിൽ ഒരു പ്രശ്നമില്ല, ദൈവം നിങ്ങൾക്ക് ജയം തരും.
പക്ഷെ സമ്പൂർണ്ണ ജയം വേണമെന്നുണ്ടെങ്കിൽ അത് ആമേൻ ദൈവം സമ്പൂർണ്ണ ജയം തരും. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസത്തിനൊത്തവണ്ണമായിരിക്കും ഇന്ന് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരാം. നമുക്ക് ഏവർക്കും സുപരിചിതമുള്ള ആമേൻ 100-ലധികം മെസ്സേജ് കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഞാൻ ഇന്ന് പകൽ വായിച്ചത്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം ചില ജയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ചില ജയത്തെക്കുറിച്ചാണ്. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ജയം നമ്മുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ജയം എന്തെന്ന് അറിഞ്ഞാലേ നമുക്ക് ആമേൻ സമ്പൂർണ്ണ ജയം എന്തെന്നറിയാൻ പറ്റൂ. ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ ഞാൻ പറയും, നമ്മൾ ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് കയറും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ സഭ ഒരു സമ്പൂർണ്ണ ജയത്തിലേക്ക് കയറും. നമ്മളെ കുടുംബം ഒരു സമ്പൂർണ്ണ ജയത്തിലേക്ക് കയറും. നമ്മുടെ തലമുറകൾ ഒരു സമ്പൂർണ്ണ ജയത്തിലേക്ക് കയറും. ആമേൻ. എൻ്റെ ബിസിനസ്സുകൾ സമ്പൂർണ്ണ ജയത്തിലേക്ക് കയറും. ആമേൻ. എൻ്റെ മിനിസ്ട്രി സമ്പൂർണ്ണ ജയത്തിലേക്ക് കയറും. ഞാൻ കാല് വയ്ക്കുന്നതെല്ലാം സമ്പൂർണ്ണ ജയത്തിലേക്കായിരിക്കും. എൻ്റെ കൈ തൊടുന്നതെല്ലാം സമ്പൂർണ്ണ ജയമായിരിക്കും. ഇന്ന് പകൽ അങ്ങനെ ഒരു സക്സസ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് ആമേൻ നമ്മൾ പിടിച്ചോളണം. ഹല്ലേലൂയ. ഈ ദൂത് വരുമ്പോൾ നമ്മൾക്കുള്ളതാണെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കരുത്, നിങ്ങൾ സക്സസ് ആകണം. അടുത്തിരിക്കുന്നവരെ നോക്കിയാൽ സക്സസ് ആകാൻ പറ്റില്ല. ആമേൻ. നമ്മൾ കർത്താവിനെ നോക്കിയാൽ സക്സസ് ആകാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമുക്കുള്ള ദൂത് വരുമ്പോൾ ഇരുന്നോ എഴുന്നേറ്റോ ഉറച്ചോ ആമേൻ ഓടിയോ ചാടിയോ ആ ദൂതിനെ അങ്ങ് പിടിച്ചോണം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം, ഇതിനകത്ത് നിങ്ങൾ സക്സസ് ആയില്ലെങ്കിൽ പുറത്ത് ഒരു കൂട്ടം ആമേൻ സ്തോത്ര ഹല്ലേലൂയ ശക്തികൾ നിൽപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ സക്സസ് കാണാനല്ല, നമ്മുടെ പരാജയം കാണാൻ. ഹല്ലേലൂയ. ആ പരാജയം കാണാൻ നിൽക്കുന്ന ആമേൻ ശത്രു ലജ്ജിക്കണമെങ്കിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് ഈ വചനത്തിനകത്ത് നിങ്ങൾ സക്സസ് ആകണം. നമുക്ക് സക്സസ് ആകാനുള്ള ഒരു ഇടവായത്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. വചനത്തിലേക്ക് ഞാൻ വരാം. ആമേൻ സ്തോത്രം. എന്നാൽ ഗിലെയാദിൽ നിന്നുള്ള തിരിച്ചനായ ഏലിയാവ് ആഹാബിനോട്, ആമേൻ. ഇന്ന് പകൽ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇടയ്ക്ക് ആൻറ്റി എന്നെ സഹായിക്കും. നിങ്ങളെല്ലാവരും എന്നെ ആമേൻ സ്തോത്രം ഈ വാചനത്തിലോട്ട് അങ്ങ് പിടിച്ചോണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഏലിയാവ് ആഹാബിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ദൂത് പറയുക. ആമേൻ സ്തോത്രം. ഒരു കാലഘട്ടം മുഴുവനും ആമേൻ ഏലിയാവിനെ ദൈവം മറച്ചു വെച്ചിരുന്നു. ഒരു പുസ്തകത്തിലും വെളിപ്പെടാതിരുന്ന ഏലിയാവ് ഒരു ദിവസം ഹല്ലേലൂയ ഒരു ദൂത് പറയാൻ വെളിപ്പെട്ടു വന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നു ഹല്ലേലൂയ, പറഞ്ഞതാരോടാ? ഒരു സാധാരണ വ്യക്തിയോടല്ല, രാജാവിനോട്. ഇന്ന് ഞാനൊരു ദൂത് പറയുക. ദൈവമക്കളെ, ദൈവം ചില ഇടങ്ങളിൽ നമ്മളെ മറച്ചു വെക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ആര് നോക്കിയാലും ഒന്നും കാണത്തില്ല. പക്ഷെ ഒരു ദിവസം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അത് രാജകീയമായ വാതിലായിരിക്കും തുറക്കപ്പെടുന്നത്. ആമേൻ സ്തോത്രം. നീ സാധാരണ മനുഷ്യരോടല്ല നീ സംസാരിക്കാൻ പോകുന്നത്. ആമേൻ, രാജ്യത്തെ ഭരിക്കുന്ന ഉന്നതന്മാരോട് ഇടപെടത്തക്ക നിലകളിൽ, സംസാരിക്കത്തക്ക നിലകളിൽ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ സക്സസ് ആയാൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത് ആമേൻ ഇന്റർനാഷണൽ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. രാജാക്കന്മാരുടെ വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. രാജാവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു. പറഞ്ഞ ദൂത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്ര നല്ല ദൂതല്ല. ദൂത് പറഞ്ഞത് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ ദീർഘായുസോടെ ഇരിക്കും. നിനക്ക് ആമേൻ സ്തോത്രം വെള്ളിയും പൊന്നും പല രാജ്യങ്ങളിൽ നിന്ന് വരുമെന്നല്ല പറഞ്ഞത്. നിന്റെ രാജ്യത്ത് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആമേൻ സ്തോത്രം മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് ആമേൻ പറയുക. രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് സ്തോത്രം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ഭയങ്കര ദൈവപ്രവൃത്തി. ഒരൊറ്റ ദൂത് മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ ഇസ്രായേലിന്റെ രാജാവായിരിക്കും. അധികാരം നിന്റെ മേലുണ്ട്, അവകാശം നിന്റെ മേലുണ്ട്, നിന്റെ മേൽ സൈന്യമുണ്ട്, ആമേൻ സകലതും നിനക്കുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ഇതൊന്നും എനിക്കില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരുവനുണ്ട്. അവന്റെ നാമത്തിൽ ഞാൻ പറയുകയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഹല്ലേലൂയ.
ഇത് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് പറഞ്ഞു തീരുമ്പോൾ വീണ്ടും ദൈവശബ്ദം. ഹല്ലേലൂയ. ദൂത് പറഞ്ഞത് തീർന്ന ഉടനെ ഒരു ദൈവശബ്ദം വന്നു. എന്താ ആ ദൈവശബ്ദം? പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ. ഹല്ലേലൂയ. ദൂത് പറഞ്ഞു തീർന്നപ്പോൾ ഒരു ദൂത് വന്നു. എന്താ ദൂത്? നീ ഇവിടെ നിന്ന് പുറപ്പെട്ട്. നീ ഇവിടെ ദൂത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കറങ്ങരുത്, നീ പുറപ്പെടണം. കാരണം പറഞ്ഞത് രാജാവിനോടാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ പറഞ്ഞത് അതുപോലെ സംഭവിക്കാൻ പോവാ. ഇന്ന് പകൽ ദൈവമക്കളെ നമ്മൾ പറയുന്ന അങ്ങനെ സംഭവിക്കാൻ പോവാ. ഈ കാലഘട്ടം അങ്ങനെയാ. ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യണം? പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. ആമേൻ. കെരീത്ത് തോട്ടിൽ നീ പോയി എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കാം. എന്തിനാ ഈ ഒളിച്ചിരിക്കുന്നത്? ദൈവം പറഞ്ഞിട്ടാണല്ലോ പോയത്. ഞാൻ പറഞ്ഞു, ചില ഇടങ്ങളിൽ ദൈവം നമ്മളെ മറച്ചു വയ്ക്കും. ദൈവം നമ്മളെ മറച്ചു വയ്ക്കും. എന്താണെന്നറിയാമോ? ആമേൻ. നീ പോകണം, കെരീത്ത് തോട്ടിന്റെ അരികിൽ പോയി നീരിക്കണം. നീ അവിടെ ഒരു സക്സസ് കാണാൻ പോവാ. ദേശത്ത് മുഴുവനും വെള്ളമില്ല, വരൾച്ച. പക്ഷേ ആ വരൾച്ചയ്ക്കകത്തും ഞാൻ പറയുന്ന ഇടത്ത് നിനക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകും. ഓ സ്തോത്രം, സ്തോത്രം. ദേശം മുഴുവനും ക്ഷാമമെന്ന് എന്ന് പറഞ്ഞാൽ വെള്ളമില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ ഭക്തന്മാർ, നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട എല്ലാവരും ഭക്തന്മാരാണ്. സാധാരണ നമ്മൾ ഭക്തന്മാരെന്ന് പറയുമ്പോൾ പാസ്റ്റർമാരും ഭക്തന്മാർ, ബാക്കി ആരും, നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. സ്തോത്രം. ഇന്ന് പകൽ സ്വർഗം പറയാം, ദൈവം പറയുന്ന ഇടത്തൊന്ന് ഇരിക്കാമോ? അല്പ ദിവസം മറഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ഒളിച്ചിരിക്കണം. അല്പ ദിവസം മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കണം. ആമേൻ, സ്തോത്രം. നീ മിണ്ടാതിരുന്നാൽ അതിനകത്തൊരു സക്സസ് നീ കാണും. ചില ദൈവപ്രവർത്തികൾ കാണും. ദൈവം മിണ്ടാതിരിക്കാൻ നിന്നോട് പറഞ്ഞാൽ നീ ആരോടും സംസാരിക്കല്ല. ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം മൗനമായിരിക്കാൻ പറഞ്ഞാൽ നീ മൗനമായിരിക്കണം. ഹല്ലേലൂയ. ദേശം മുഴുവനും പ്രതികൂല സാഹചര്യം വന്നാലും നീ അതിനകത്തു സക്സസ് കാണും, നീ അതിനകത്തു ജയം കാണും. നിനക്കൊന്നിന് കുറവില്ലാതെ നിന്റെ അടുക്കൽ സമൃദ്ധി ഇറങ്ങി വരും, ഐശ്വര്യം നിന്റെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. എലിയാബ് പോയി കർത്താവ് പറഞ്ഞ പോലെ ഒളിച്ചിരുന്നു, മിണ്ടാതിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ അവിടെ ഇല്ല, സഹായിപ്പാൻ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിന് അരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. സ്തോത്രം. കുറച്ച് നാള് സക്സസ്, ഒന്നിനും കുറവില്ല. ഞാനിന്ന് പകൽ വളരെ സന്തോഷത്തോടുകൂടെ ദേശം മുഴുവനും വെള്ളം കിട്ടാതെ ക്ഷാമത്താൽ വലയുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ ഭക്തൻ ഒന്നും അറിയുന്നില്ല. രാവിലെ അപ്പോ ഉറച്ചി, ഉച്ചയ്ക്ക് അപ്പോ ഉറച്ചി, തോട്ടിൽ വെള്ളം. ഞാൻ ഇന്ന് പകൽ പറയാം, ഒരിടത്ത് വെള്ളമില്ലെങ്കിലും തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ ചില നദികൾ ഒഴുകിയെത്തും. ദൈവം പറയുന്നത് പോലെയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ, അവൻ്റെ കൈയുടെ നിഴലിലാണ് ഞാനും നിങ്ങളും മറഞ്ഞിരിക്കുന്നെങ്കിൽ ചില തോടുകൾ ഒഴുകി നമ്മുടെ അടുക്കലെത്തും. ഹല്ലേലൂയ. പക്ഷെ എന്താ ചെയ്തതെന്നറിയാമോ? ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, തോട്ടിലെ വെള്ളം എന്ത് ചെയ്തു? വറ്റി. അടുത്ത ദൈവത്തിന്റെ ദൂത് വന്നു. എന്താ അടുത്ത് വന്ന ദൂത്? അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സെരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കെരീത്ത് തോട്ടിൽ നിന്നും ഏലിയാവിന് ഒരു യാത്ര. എവിടേക്കാ? സരഫാത്തിലേക്ക് ആമേൻ പോകുവാൻ ദൈവം ഒരു ആലോചന കൊടുത്തു. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കേണ്ടത് ജയമുണ്ട്, സമ്പൂർണ്ണ ജയമുണ്ട്. ഇന്ന് പകൽ
കുറച്ച് നാളത്തേക്ക് കെരീത് തോട്ടിനകത്ത് ജയമായിരുന്നു, ഒന്നിനും കുറവില്ല, സമൃദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെള്ളം പറ്റി, കാക്കയുടെ വരവ്, ആമേൻ ഹല്ലേലൂയ, കാക്കയുടെ വരവ് നിന്നു, ആമേൻ തോട്ടിലെ വെള്ളം പറ്റി. ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ സരാഫത്തിലേക്ക് ചെല്ലണം, അവിടെ നിന്നെ കരുതേണ്ടതിന് ഒരു വിധവയോട് ഞാൻ എന്ത് ചെയ്തിരിക്കാം, ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സെരാഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറകു പെറുക്കിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ പട്ടണവാതിക്കൽ എത്തുമ്പോൾ ഒരു വിധവ അവിടെ വിറക് പിറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ, ഏലിയാവ് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണമേ എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. കുറച്ച് ദിവസമായി വെള്ളമൊക്കെ കുടിച്ചിട്ട് ആമേൻ പറഞ്ഞു, കുടിക്കാൻ എനിക്ക് വെള്ളം വേണം. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ആ വിധവ ഒന്നും മിണ്ടിയില്ല. കാരണം വീട്ടിനകത്ത് എന്തുണ്ട്, വെള്ളമുണ്ട്. വെള്ളം എടുക്കാൻ പോയ വഴിക്ക് എന്താ സംഭവിച്ചേ, ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് ആമേൻ. ഏലിയാവ് പറഞ്ഞു, നീ വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു കഷണം അപ്പം കൂടെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ വിധവ എന്താ പറഞ്ഞേ, അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ. ആമേൻ. ഒറ്റ കാര്യം സത്യസന്ധമായി പറഞ്ഞു, ആമേൻ, നിന്റെ ദൈവമായ യഹോവയാണേ. കലത്തിൽ ഒരു പിടി മാവും, ആമേൻ, കലത്തിൽ ഒരു പിടി മാവും, തുരുത്തിയിൽ അല്പം എണ്ണയും അല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഒരു കുടുംബം ഇവിടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുടുംബത്തോടുള്ള ദൂത്, ആമേൻ, നീ മരിക്കത്തില്ല, നീ സക്സസ് ആകും, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ തോറ്റു പോകത്തില്ല, മരണം നിന്നെ തൊടത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് തന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ പറയാ, ആമേൻ സ്തോത്രം, നീ വരുമ്പോ ഒരപ്പം എനിക്ക് കൊണ്ടുവരണം. ആമേൻ. അവള് പറഞ്ഞു, ആകപ്പാടെ ഒരു പിടി, ആകപ്പാടെ ഒരു പിടി മാവേ ഉള്ളൂ. അഭിഷിക്തൻ പറഞ്ഞു, ആ ഒരു പിടി കൈ ഒന്ന് വിട്. നീ സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഹലോ, ഈ സക്സസ് ആകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സക്സസ് ആകണമെങ്കിൽ വിധവയെ, നീ ഈ ക്ഷാമകാലത്ത് നീയും നിന്റെ മകനും സക്സസ് ആകണമെങ്കിൽ നീ എന്ത് ചെയ്യണം, പിടിവിടണം. പക്ഷെ ഇവള് മുറുക്കി പിടിച്ചിരിക്കുക. പറഞ്ഞു, ഇല്ല, ഇത് ഞങ്ങൾക്കുള്ളത് മാത്രമേ ഉള്ളൂ, അഭിഷിക്തനെ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ, ഞാൻ പറഞ്ഞു, 5 വിരൽ മുറുക്കി പിടിച്ചിരിക്കുക. ഏലിയ പറഞ്ഞു, നീ ഒരു വിരലൊന്ന് വിടാമോ, ആ ഒരു വിരലിനകത്തുള്ള മാവ് മതിയെന്ന്, നീ സക്സസ് ആകാൻ. ഇതുവരെ കാണാത്ത സക്സസ്. ഞാൻ പറയുന്നു, ഇതുവരെ നന്മകളെ വിഴുങ്ങിയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നന്മയില്ലാത്തത് കൊണ്ടല്ല, വരുന്ന സകല നന്മകളെയും വിഴുങ്ങിക്കളയുന്ന ചില മേഖലകൾ. അത് ചിലപ്പോ, ആമേൻ സ്തോത്രം, ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ കരത്തിൽ വരുന്ന, ആമേൻ, അനേക നന്മകൾ അനേകരുടെ ജീവിതത്തിൽ ഒരു ഭാഗം വാടക വിഴുങ്ങിക്കൊണ്ടു പോവാ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നല്ലൊരു നന്മ ആരും കൊണ്ടുപോവാ, വാടക. ഞാൻ പറയുന്നു, ഇന്ന് പകൽ അതിന്മേൽ സക്സസ് വിളിപ്പോ. നിങ്ങൾ സ്വോത്രം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ മേൽ വെളിപ്പെടുന്ന സക്സസ് എന്ന് പറഞ്ഞാൽ, വാടക കൊടുക്കാതെ സ്വന്തമെന്ന് പറയത്തക്ക നിലകളിൽ ദൈവം നമുക്ക് വേണ്ടി, ദൈവം ചില വാതിലുകളെ തുറക്കും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും, ആമേൻ, ഭൂതലവും, ആമേൻ സ്തോത്രം, ദൈവത്തിനുള്ളതാണെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ധനവും മാനവും പുരാതന സമ്പത്തും നമ്മുടെ കർത്താവിനുള്ളതാണെങ്കിൽ, ഞാൻ പറയും, ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞ്, നീ സക്സസ് ആകും, നീ തോറ്റുപോകത്തില്ല, നീ പരാജയം കാണത്തില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം നിന്റെ കടഭാരത്തെ ദൈവം പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും?
ആമേ സ്തോത്രം. ഞാൻ പറയുന്നു ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ സക്സസ് കാണും. ആമേ സ്തോത്രം. നീ കാണുന്നത് ആമൻ ഞരക്കമല്ല, നീ കാണുന്ന ഞെരുക്കമല്ല. ആമൻ ആമൻ ദേശത്ത് മുഴുവൻ ക്ഷാമം വന്നാലും അവന്റെ കൈയുടെ മറവിൽ നിന്നെ മറച്ചു വെച്ച് ആമൻ നിനക്കപ്പവും വെള്ളം തന്നു പോറ്റാൻ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നമ്മൾ സക്സസ് കാണും, നമ്മൾ ജയം കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു ആമേൻ ആ ഒരു പിടിയിൽ ആമേൻ നിന്റെ 2 വിരളം നിളക്കാമോ, നീ സക്സസ് കാണും. സ്തോത്രം 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 സ്തോത്രം. എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിച്ച ആമേൻ ഹല്ലേലൂയ അതിൻ്റെ 16-ാമത്തെ വാക്യം ആമേൻ ഇങ്ങനെ പറയുന്നത്. ഈ ആമേൻ 16-ാം വാക്യം ഒന്ന് വായിച്ചാൻറ്റി. യഹോവ ഏലിയാ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ ഏലിയാവ് പറഞ്ഞ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം. ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവ് ഏത് അധ്യായത്തിൽ നിന്ന് അവിടെ എടുത്ത് ആമേൻ വിധവയോട് പറഞ്ഞത്? ഇന്ന് പകൽ ഞാൻ പറയാം ആമേൻ തൻ്റെ അഭിഷിക്തന്മാർ പറയുന്നത് ദൈവ വചനമായി വെളിപ്പെട്ടു വരും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ബ്ലെസ് ചെയ്താൽ അത് ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ വരും. ഹല്ലേലൂയ. ദൈവം പറയാ ആമേൻ എന്റെ വചനപ്രകാരം. ഏലിയാവ് എവിടെ വചനം പറഞ്ഞു? ഏലിയ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വെള്ളം കൊണ്ടുവരുമ്പോൾ ആമേൻ 1 കഷണം അപ്പം എനിക്കും കൂടെ തരണം. ഇന്ന് പകൽ നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ വചനമായി വെളിപ്പെടും, ദൈവത്തിന്റെ സക്സസ് ആയി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് പറയുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് പകൽക്കാലം ദൈവം ചിലത് സക്സസ് ആക്കി മാറ്റും. അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഒരു പിടി മാവിൽ അല്പം എടുത്തൊരു അടയുണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. ആമേൻ. ഏലിയാവിന് കൊടുത്തു. 12-ാം വാക്യം വായിച്ചു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇത് പകൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ അട ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തപ്പോൾ ഏലിയാവ് ഒരു ആമേ സ്തോത്രം ഒരു ദൂത് പറഞ്ഞു. ആമേ സ്തോത്രം. എന്താ ദൂത് പറഞ്ഞത്? യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവം യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മൾ ദൂതിലേക്ക് കയറാൻ പോവുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ജയം വേണോ, സമ്പൂർണ്ണ ജയം വേണോ എന്ന് ഇന്ന് പകൽ നമ്മൾ തീരുമാനിക്കണം. ആമേൻ. ഞാൻ പറയും ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞിറങ്ങുന്നത് ആമേൻ ഒരു സമ്പൂർണ്ണ ജയത്തോടെ ആയിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. സമ്പൂർണ്ണ ജയത്തോടെയാണ് ദൈവകുഞ്ഞ നീ ഇറങ്ങുന്നതെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നീ തൊടുന്നതെല്ലാം സമ്പൂർണ്ണ വിജയമായിരിക്കും, നീ പറയുന്നതെല്ലാം സമ്പൂർണ്ണ ജയമായിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജയത്തിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഒരു തലമുറ ജയം കണ്ടു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏലിയാവ് ജയം കണ്ടു. ക്ഷാമം ദേശത്ത് മുഴുവനും വന്നപ്പോഴും അവൻ അപ്പവും ഇറച്ചിയും കുറഞ്ഞില്ല, തോട്ടിലെ വെള്ളം വറ്റിപ്പോയില്ല. പക്ഷേ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ഇവിടെ വിധവയോട് ദൈവം കൽപ്പിച്ചതുപോലെ, ഏലിയാവ് കൽപ്പിച്ചതുപോലെ ദൈവം ചെയ്തു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ജയം കണ്ടു. എന്താ ജയം കണ്ടത്? ഹല്ലേലൂയ. എന്ത് ചെയ്യാ കണ്ടേ? ആമേൻ. ദൈവം ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീരത്തില്ല. ഏതുവരെയാ കലത്തിലെ മാവ് തീരാത്ത? ഏതുവരെയാ? ദൈവം മഴ പെയ്യിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ
3.5 വർഷക്കാലം നിന്റെ കലത്തിൽ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകത്തില്ല. പക്ഷെ 3.5 വർഷം കഴിയുമ്പോൾ ഈ ജയത്തിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സമ്പൂർണ്ണത വരും. കെരീത് തോട്ടിലും ആമേൻ ജയമുണ്ടായി, പക്ഷെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സരാഫാത്തിലെ വിധവയുടെ വീട്ടിൽ ആമേൻ ഇതുവരെ കാണാത്ത ജയം. ഇന്നുവരെ ആ പട്ടണത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ജയം. കേട്ടിട്ടുണ്ടോ? ഒരിടത്തും കേട്ടിട്ടില്ല. പക്ഷെ ആ ജയത്തിന് 3.5 വർഷം മാത്രമേ ആമേൻ ആയുസുള്ളൂ. പക്ഷെ ഇന്ന് പകൽ നമ്മൾ പ്രവേശിക്കുന്ന ജയം 3.5 വർഷത്തെ ജയമല്ല. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ സമ്പൂർണ്ണ ജയം അതല്ല. സമ്പൂർണ്ണ ജയത്തിന് കാലാവധിയുണ്ട്, സമ്പൂർണ്ണ ജയത്തിന് കാലാവധിയില്ല. ഇന്ന് പകൽക്കാല കലത്തിലെ മാവ് തീർന്നു പോകും, അപ്പം നിന്നു പോകും, എണ്ണ നിന്നു പോകും. ആമേൻ സ്തോത്രം. തോട്ടിലെ വെള്ളം എന്ത് ചെയ്യും? തോട്ടിലെ വെള്ളം വറ്റിപ്പോകും. പക്ഷെ ഇന്ന് പകൽക്കാലം ആമേൻ ഞാനും നിങ്ങളും കയറിയത് ജയത്തിലോട്ടല്ല കയറിയത്, നമ്മൾ കയറിയത് സമ്പൂർണ്ണ ജയത്തിലോട്ടാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി തുറക്കുന്ന, നിനക്ക് വേണ്ടി ഒഴുകുന്ന ആമേൻ നദിയിലെ വെള്ളം ആമേൻ ഒരു സീസണിൽ വന്നിട്ട് പോകുന്നതല്ല. ഇന്ന് പകൽക്കാലം നീ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം നിനക്ക് വേണ്ടി ഒഴുകുന്ന ഒരു ജീവജലത്തിന്റെ നദി ഇന്ന് പകൽക്കാലം ആമേൻ നിന്റെ അകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുന്ന സക്സസ് അത് സാമേൻ ഒരു കാലഘട്ടത്തിന് വേണ്ടിയല്ല, ഒരു സീസന്റെ ജയമല്ല. ഇന്ന് പകൽ വെളിപ്പെടുന്നത് തലമുറ തലമുറയായി കൈമാറുന്ന ഒരു സീസണിൽ നിന്നു പോകുന്ന ഒരു സാന്നിധ്യമല്ല, ഒരു സീസണിൽ വന്നു പോകുന്നതല്ല. ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നത് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ വെള്ളം നിന്നു പോകത്തില്ല. ഇതിനകത്ത് നിങ്ങൾ ആമേ ശക്തിപ്പെട്ടാൽ നിങ്ങൾ പുറത്തിറങ്ങി കാണുന്ന സക്സസ്, നിങ്ങളെ വീട്ടിനകത്ത് സക്സസ് കാണാൻ പോകുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ജയം കാണും, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് ജയം കാണും. ആമേൻ. നമ്മളെ കുടുംബത്തിനകത്ത് ജയം കാണും, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ജയം കാണും, നിന്റെ ജോലി സ്ഥാപനത്തിൽ ജയം കാണും. ആമേൻ. നിന്റെ സാമ്പത്തിക മേഖലകൾക്കകത്ത് ജയം കാണും. കാരണം ഇത് 3.5 വർഷത്തേക്ക് പുറപ്പെടുന്ന നദിയല്ല, ചില കാലഘട്ടത്തിലേക്കല്ല. ഇന്ന് പകൽ വചനം പറയുന്നു, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ അത് ഒഴുകും. അതിന് സീസണില്ലാത്ത ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്നത് ഒരു സീസന്റെ അടുക്കലല്ല. ആമേൻ. സീസണില്ലാത്ത ആമേൻ നിന്റെ ആയുഷ്കാലം മുഴുവനും പിന്തുടരുന്ന ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ വായ് തുറന്ന് ശബ്ദമുയർത്തിയോ ഇന്ന് പകൽ ദൈവകുഞ്ഞേ നീ പ്രതികരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം വ്യക്തികളോടല്ല, ഇന്ന് പകൽ നീ വചനത്തോട് പ്രതികരിക്കുന്നേ. ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയും, വചനത്തോട് പ്രതികരിക്കുന്ന നിന്റെ വീട്ടിനകത്ത് ഏലിയാവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആമേൻ കീഴ്പ്പെട്ട വിധവയുടെ വീട്ടിനകത്ത് 3.5 വർഷം സമൃദ്ധി ഉണ്ടായെങ്കിൽ, അവളുടെ ചാർച്ചക്കാരുടെ നടുവിൽ സമൃദ്ധി ഉണ്ടായെങ്കിൽ, ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ സമ്പൂർണ്ണ വിജയം, നീ സക്സസ് ആയാൽ നീ മുഖാന്തരം നിന്റെ കുടുംബം മാത്രമല്ല അനേകർ ദൈവത്തിന്റെ നന്മ അനുഭവിക്കും. ഇന്ന് പകൽ സക്സസ് ആകട്ടെ. നിന്റെ പരാജയങ്ങൾ, നീ എവിടെ തോറ്റുപോയെന്ന് ശത്രു നിന്റെ കാതിൽ പറഞ്ഞു, എവിടെ നീ പരാജയപ്പെട്ടെന്ന് ആമേൻ ശത്രു പറഞ്ഞു, ഇന്ന് പകൽക്കാലം ആ ഇടങ്ങളിൽ ദൈവത്തിന്റെ സക്സസ് വെളിപ്പെടട്ടെ. സക്സസ് വെളിപ്പെടട്ടെ. സക്സസ് വെളിപ്പെടട്ടെ. ജയം ജയം ജയം, സമ്പൂർണ്ണ ജയം, സമ്പൂർണ്ണ ജയം. ഒരു സീസണിന് വേണ്ടിയല്ല നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ആമേൻ സ്തോത്രം. നിന്റെ അകത്തൊരു സമ്പൂർണ്ണത ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണ്ണനാകയാൽ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണനാകുവീൻ. ഇന്ന് പകൽ നമ്മുടെ അകത്തിരിക്കുന്നത് ആമേൻ സമ്പൂർണ്ണമായ വിജയം, സമ്പൂർണ്ണമായ വിജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നിങ്ങളെ നോക്കി ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമ്പൂർണ്ണ വിജയം. ഹല്ലേലൂയ. ജയം വെളിപ്പെട്ട വിധവയും മകനും അവളുടെ ചാർച്ചക്കാരും
ആമേൻ അഗോവൃത്തി കഴിച്ചെങ്കിൽ ഇന്ന് പകൽ സമ്പൂർണ്ണ വിജയം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ചാർച്ചക്കാരല്ല, ചില പട്ടണങ്ങൾ നീ മുഖാന്തരം ഈ ദൂത് പിടിക്കാൻ വിക്ടറി ഇന്റർനാഷണൽ മലയാളം സർവീസിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഈ ദൂത് പിടിക്കാൻ പറ്റൂ. നിന്റെ മേൽ വെളിപ്പെടുന്ന ഈ സമ്പൂർണ്ണ സമൃദ്ധി, ഈ സമ്പൂർണ്ണ ജയം ആമേൻ നിനക്ക് മാത്രമല്ല, നീ മുഖാന്തരം ആമേൻ പട്ടണം ജയം കാണും, പട്ടണം ജയം കാണും, ദേശങ്ങൾ ജയം കാണും, സ്റ്റേറ്റുകൾ ജയം കാണും, രാജ്യങ്ങൾ നീ മുഖാന്തരം ദൈവത്തിന്റെ സമ്പൂർണ്ണ വിജയം. ഇന്ന് പകൽ ഒരു ഏലിയാവിന്റെ ശബ്ദത്തിനകത്ത് ഒരു വീട്ടിനകത്ത് ജയമുണ്ടായെങ്കിൽ ഇന്ന് പകൽ ഏലിയാവിനെ സൃഷ്ടിച്ച സാക്ഷാൽ ജീവന്റെ നീരുറവയായവൻ ഇന്ന് പകൽ നിന്റെ ലൈഫിനെ സക്സസ് ആക്കിയാൽ നിന്റെ ജയം ഒരു ദേശത്തിൽ ഒതുങ്ങത്തില്ല, നിന്റെ ദേശത്ത് ഒതുങ്ങത്തില്ല, നിന്റെ പട്ടണത്തിൽ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. രാജ്യങ്ങൾ 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 ദേശങ്ങൾ നിന്റെ ജയം കാണാൻ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു സമ്പൂർണ്ണ ജയം, ഒരു സമ്പൂർണ്ണ ജയം, ഒരു സമ്പൂർണ്ണ ജയം. നീ കാൽ ചവിട്ടുന്ന മണ്ണ് ആമേൻ സമ്പൂർണ്ണ ജയം കാണും. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ പരാജയം ചവിട്ടിയെങ്കിൽ, നീ പോയെടുത്ത് പരാജയം കണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് നിങ്ങളെ നോക്കി ദൂത് പറയുകയാ. ഓ സമ്പൂർണ്ണ ജയം നിന്റെ വീട്ടിനകത്ത്. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ നിന്നെ പരാജയപ്പെടുത്തി, നിന്നെ ഒരു തോൽവി എന്ന് പറഞ്ഞ് നൃത്തം ചവിട്ടിയ അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ മിന്നൽ പോലെ വീഴുകയാ, മിന്നൽ പോലെ വീഴുകയാ. നീ ഒരു പരാജയമെന്ന് പറഞ്ഞ്, നിന്റെ കുടുംബം ഒരു പരാജയമെന്ന് പറഞ്ഞ്, നിന്റെ തലമുറ ഒരു പരാജയമെന്ന് പറഞ്ഞ് നിന്നെ താഴ്ത്തിയ മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ നീ സക്സസ് ആകുക. നിന്റെ തലമുറകൾ സക്സസ് ആകും, നിന്റെ വീട്ടിനകം ഒരു ജയമാകും. ഇന്ന് പകൽ ആത്മാവ് ആവർത്തിച്ച് പറയുന്നു, നിന്റെ വീട്ടിനകത്ത് ജയം, നിന്റെ വീട്ടിനകത്ത് ജയം. ഇന്നലകളിൽ പരാജയം പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്തിയ ശത്രു ഇന്ന് പകൽ മിന്നൽ പോലെ വീഴുന്നു. നിന്നെ നോക്കി നീ സക്സസ് ആകത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ നോക്കി ഒരു പരാജയമെന്ന് പറഞ്ഞ സകല ശത്രുക്കളും കാണുക. ഓ നിന്നെ ദൈവം സക്സസ് ആക്കി ഈ പട്ടണത്തിൽ, ഈ പട്ടണത്തിന്റെ നടുകൈ കുറുകയും നിന്നെ നടക്കുമാറാക്കും. ഇത് നിങ്ങളുടെ പകല, ഇത് നിങ്ങളുടെ പകല, ഇത് സക്സസ് ആകുന്നവന്റെ പകല, ഇത് പരാജയപ്പെടുന്നവന്റെ പകലല്ല, ഇത് നിരാശപ്പെടുന്നവന്റെ പകലല്ല, ഇത് പകയുള്ളവന്റെ പകലല്ല, ഇത് സക്സസിന്റെ പകല. ഇന്ന് പകൽ ദൈവകുഞ്ഞേ, നിന്റെ പ്രതികരണം, നിന്റെ പ്രതികരണം മനുഷ്യരോടല്ല, നിന്റെ പ്രതികരണം ദൈവത്തോടാ, നിന്റെ പ്രതികരണം ദൈവത്തോടാ. നീ സ്തോത്രം പറയുന്നതോ, നീ ആരാധിക്കുന്നതോ, ഇന്ന് പകൽ നീ പ്രതികരിക്കുന്നതോ ദൈവത്തോടാകയാൽ അവന്റെ സമ്പൂർണ്ണ ജയം, അവന്റെ സമ്പൂർണ്ണ ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് വന്ന പരാജയങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സക്സസ് ആകിയ, നിന്റെ തലമുറകൾ സക്സസ് ആകിയ, നിന്റെ തലമുറകൾ സമ്പൂർണ്ണ ജയം, സമ്പൂർണ്ണ ജയം. ഇത് പറയുമ്പോൾ ചില മേഖലകൾക്കകത്തു നിന്ന് അന്ധകാര ശക്തികൾ ഓടുകയാ, ഇരുട്ടിന്റെ ശക്തികൾ ഓടുന്നു. ദൈവത്തിന്റെ വെളിച്ച തലമുറയ്ക്കകത്ത് കുഞ്ഞേ, നിന്നെ കാത്തിരിക്കുന്നത് പരാജയമല്ലെന്ന്, ഇന്ന് പകൽ നിന്നെ കാത്തിരിക്കുന്നത് സമ്പൂർണ്ണ ജയം, സമ്പൂർണ്ണ ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ കേറിയത് തോട്ടിലെ വെള്ളം വറ്റിപ്പോകാം, പക്ഷെ നിന്റെ അകത്തൊരു നദിയിരിപ്പുണ്ട്. അത് വറ്റിപ്പോകുന്നതല്ല, അത് ഒഴുകുന്തോറും ഒഴുകുന്തോറും ഹല്ലേലൂയ അത് ദേശങ്ങളിൽ ഒഴുകും, പട്ടണങ്ങളിൽ ഒഴുകും. ഹല്ലേലൂയ. അത് രാജ്യങ്ങളിൽ ഒഴുകുന്ന ഒരു സക്സസ് ആയ നദി. ജയത്തിന്റെ പിന്നിലുള്ളതെല്ലാം നിന്നുപോകാം,
പക്ഷെ സമ്പൂർണ്ണ ജയത്തിന്റെ കീഴിലുള്ള നിന്നുപോകുന്നതല്ല, അത് നിന്നെ പിന്തുടരുന്നതാ. നിന്റെ ആയുഷ്കാലം മുഴുവനും പിന്തുടരുന്ന ഒരു സമ്പൂർണ്ണ ജയമുണ്ട് കേട്ടോ. ഇന്ന് പകൽ ഹല്ലേലൂയ, ഏലിയാവിന്റെ തോട് വറ്റിപ്പോകാ, പക്ഷെ വറ്റിപ്പോകാത്ത ഒരു നദി ഇന്ന് പകൽ ദൈവം നമ്മുടെ അകത്ത് വച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വിധവയുടെ അപ്പം 3.5 വർഷം നിൽക്കും, പക്ഷേ 3.5 വർഷം കഴിഞ്ഞാൽ അത് നിന്നുപോകും. പക്ഷെ ജീവന്റെ അപ്പമാകുന്ന, ആമേൻ, ഹല്ലേലൂയ, നമുക്കൊരു ജീവന്റെ അപ്പമുണ്ട്. അത് സീസൺ വരുന്നതല്ല, 3.5 വർഷത്തേക്കല്ല, അത് നമ്മളെ കാമസ്തോത്രം നിത്യത വരെയുണ്ട്. ഇന്ന് പകൽ ദൈവ കുഞ്ഞ് നീ സക്സസ് ആകും. സ്തോത്ര സ്തോത്ര. നിന്റെ കുടുംബം സമ്പൂർണ്ണ ജയം കാണും. ഇന്ന് പകൽ പറഞ്ഞ നമ്മുടെ തലമുറകൾ സമ്പൂർണ്ണ ജയം കാണും, സമ്പൂർണ്ണ ജയം കാണും. ഹല്ലേലൂയ, സ്തോത്ര. ഇന്ന് പകൽ നമ്മളെ കുടുംബമോ കുലയോ ആമേൻ സ്തോത്ര പാരമ്പര്യമോ ഇതൊന്നുമല്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ, നീ ആരും ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സക്സസ് വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ജയം വെളിപ്പെട്ടാൽ, ആമേൻ സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ, അത് നിന്നു പോകത്തില്ല, വറ്റിപ്പോകത്തില്ല. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവിടെ ആ 15 വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ആമേൻ. ഇതുവരെ കാണാത്ത ഒരു കൂട്ടം പേരാ ആകപ്പാടെ ആ പട്ടണത്തിൽ ഏലിയാവ് കണ്ടത് ആരെയാ? വിധവയും വിധവയുടെ മകനും. വീട്ടുകാരവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു കലം മാവുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ സ്തോത്രം. പക്ഷെ ഒരു പിടി മാവിൽ ആരും എന്തില്ല, ഒരു പിടിയെ ഉള്ളെങ്കിൽ ആരും കാണത്തില്ല. പക്ഷെ ഒരു കലം മാവുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം കാണും. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളൊരു ആമേൻ സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, അവളുടെ ജയം അനുഭവിച്ചത് അവളും മകനും അവളുടെ വീട്ടുകാരും. ഇതാണ് ജയത്തിന്റെ പ്രത്യേകത. ദൈവം, നീ ജയിച്ചാൽ, നീ സക്സസ് ആയാൽ, ആമേൻ, നിനക്കും നിന്റെ കുടുംബത്തിനും പിന്നെ നിന്റെ ചാർച്ചക്കാർക്കുള്ളത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, പക്ഷെ നീ സമ്പൂർണ്ണ ജയമായാൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ചാർച്ചക്കാർക്കും. ഭൂമിയിൽ ഒരുപാട് ജയം കണ്ടിട്ടുള്ളതെല്ലാം ഈ ജയമാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ദൈവം എനിക്ക് വഴി തുറന്നാൽ, എന്നെ ഒരു വലിയ മിനിസ്ട്രി ആക്കിയാൽ, അതുകൊണ്ട് പ്രയോജനം ആർക്കാ? എനിക്കും എൻ്റെ മക്കൾക്കും അല്ലേ? എനിക്കും എൻ്റെ മക്കൾക്കും പിന്നെ എൻ്റെ ചാർച്ചക്കാരൻ എനിക്ക് ഇഷ്ടമുള്ളവർക്കും ഗുണമുണ്ടാകും. വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളും ഗുണമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ സമ്പൂർണ്ണ ജയമായാൽ, ജയത്തിൻ്റെ പരിമിതിയുണ്ട്, പക്ഷെ സമ്പൂർണ്ണ ജയത്തിന് എന്തില്ല? നമ്മൾ സമ്പൂർണ്ണ ജയമായാൽ എനിക്കും എൻ്റെ മക്കൾക്കും ചാർച്ചക്കാർക്കെന്നല്ല, അത് എൻ്റെ മേൽ വെളിപ്പെടുന്ന ആ സമ്പൂർണ്ണതയ്ക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും എൻ്റെ പട്ടണത്തിനും എൻ്റെ കലത്തിൽ ഉയരുന്ന മാവ് എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്ക് മാത്രമല്ല, കുടുംബത്തിനല്ല, എൻ്റെ പട്ടണത്തിൽ കുറച്ചുകൂടെ സമ്പൂർണ്ണത വെളിപ്പെട്ടാൽ, ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സ്റ്റേറ്റിൽ കുറച്ചുകൂടെ സമ്പൂർണ്ണത വെളിപ്പെട്ടാൽ ഇന്ത്യ എന്ന മഹാരാജ്യം, ഇനിയും സമ്പൂർണ്ണത വെളിപ്പെട്ടാൽ ലോകരാജ്യങ്ങളിലേക്ക്. ഇതെവിടെ നിന്നാണ് വെളിപ്പെടുന്നത്? ഒരു കലത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നേ. ഒരു കലത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നത് ഒരു കുടുംബത്തെ, ചാർച്ചക്കാരെ മുഴുവനും ആമേൻ ക്ഷാമകാലത്ത് പോറ്റിയെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ മേൽ ഒരു സമ്പൂർണ്ണത വെളിപ്പെട്ടാൽ, ഞാൻ പറയുന്നു, ആമേൻ, രാജ്യങ്ങൾ നമ്മൾ മുഖാന്തരം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ,
ഞാനൊരു ഒരു ആത്മീക മർമ്മം കൂടെ പറഞ്ഞ് നമ്മൾ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് സമയം സ്തോത്രം കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റാലിൻ ബ്രദർ സ്തോത്രം. കൊയറ് മുമ്പോട്ട് വന്നേ. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഈ സമ്പൂർണത ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു വ്യക്തിയുടെ കലത്തിൽ വന്ന മാവ് മുഖാന്തരം എന്ത് ചെയ്തു? ഒരു കൂട്ടം പേർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവരെന്തിനു വേണ്ടി കാത്തിരുന്നവരാ? മരിക്കുക. അപ്പം തിന്നിട്ട്, സാധാരണ അപ്പം നിന്ന് എന്താ ചെയ്യുന്നേ? ജീവിക്കും. അപ്പം തിന്നുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജീവിക്കാൻ വേണ്ടി. ഇവർ അപ്പം നിന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ ജീവിപ്പിക്കുന്ന ഒരു അപ്പം ഉണ്ട്. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്തോത്രം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കും. കണ്ടോ? ഒരുവന്റെ കലത്തിൽ വെളിപ്പെടുന്ന ഈ ജീവന്റെ അപ്പമാണെങ്കിൽ ഇത് തിന്നുന്നവൻ മരിക്കയല്ല. ഹലോ, സ്തോത്രം. ഒരു വ്യക്തി മുഖാന്തരം പട്ടണങ്ങൾ വിടുവിക്കപ്പെടും, രാജ്യങ്ങൾ വിടുവിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ വറ്റിപ്പോകാത്ത ഉറവിയും ഈ ജീവന്റെ അപ്പവും വെളിപ്പെടുന്നിടത്താണ് സമ്പൂർണത വെളിപ്പെടുന്നത്. ജയമല്ല, സമ്പൂർണ്ണ ജയം. ഇന്ന് പകൽ നമ്മളിൽ വെളിപ്പെടുന്നത് എന്താ? സമ്പൂർണ്ണ ജയം. ഇത് വെളിപ്പെട്ടാൽ സ്തോത്രം, നമ്മൾ വീട്ടിനകത്ത് മാത്രമല്ല, ദേശത്തിലല്ല, നമ്മൾ രാജ്യങ്ങളിൽ സക്സസ് ആകും. ഇന്ന് പകൽ നമ്മുടെ അതിരുകളെ ദൈവം പൊട്ടിക്കാൻ പോവാ. ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ ഒരു വിശാലത തരാൻ പോവാ. നമ്മളൊരു പാട്ട് പാടി, ചില വരികൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ സമയം ഓഫറിംഗ് കൂടെ എടുത്തോണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഓഫറിങ് ഇട്ടവർ ആമേൻ ഹല്ലേലൂയ കരമടിച്ച ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചോണം. ഇന്ന് പകൽ നിങ്ങളുടെ സക്സസ് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ആരാധിക്കാൻ. ആരെങ്കിലും പറഞ്ഞ വാക്കുകളും കേട്ട് പുറകിലോട്ട് നോക്കരുത്. പുറകിലോട്ട് നോക്കിയാൽ നമ്മൾ സക്സസ് ആകത്തില്ല. നമ്മുടെ മുമ്പിൽ സക്സസ് ആയ ഒരുവൻ നിൽപ്പുണ്ട്, അവൻ്റെ മുഖത്തോട്ട് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖം എന്ത് ചെയ്തില്ല? ഇന്ന് പകൽ ഈ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന സക്സസ് ആയിട്ടാണ്, സമ്പൂർണ്ണ ജയത്തോടെ ആയിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. എനിക്കറിയത്തില്ല, ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവകുഞ്ഞ് നീ അങ്ങനെ തന്നെ കാണും. ആമേൻ. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് കാണും. ആമേൻ. ഏലിയാവ് പറഞ്ഞത് ആമേൻ സരഫത്തിലെ വിധവ വിശ്വസിച്ചു, അതിനകത്തൊരു സക്സസ് കണ്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടക്കട്ടെ. ഇന്ന് പകൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യങ്ങളെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് സക്സസ് ആകാമോ? നമ്മുടെ ചിന്ത, നമ്മുടെ ആമേൻ നിരൂപണങ്ങൾ, നമ്മുടെ കണക്കൂട്ടലുകൾ ആമേൻ എല്ലാം മാറ്റി വെച്ചിട്ട് ആമേൻ നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇന്ന് പകൽക്കാലം ഒരു സമ്പൂർണ്ണ ജയം. ജയത്തെ പിടിക്കരുതാരും. സമ്പൂർണ്ണ ജയം. വറ്റിപ്പോകുന്ന കരീതുതോട്ടിലല്ല നമ്മുടെ ആശ്രയം. വറ്റിപ്പോകാത്ത ഒരു ജീവജല നദിയുടെ ഉറവ. 3.5 വർഷം നിന്നു പോകുന്ന കലത്തിലോട്ടല്ല നമ്മുടെ ആശ്രയം. ആയുസിന്റെ അവസാനം വരെ പിന്തുടരുന്ന ജീവന്റെ അപ്പത്തെ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ ആമേൻ നീ ഫോളോ ചെയ്യും, നീ സക്സസ് ആകും. നമ്മളിനി പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, പരാജയത്തിന്റെ വാക്കുകൾ ഇനി പറയരുത്. ഇനി സക്സസ് ആകുന്നത് മാത്രം പറഞ്ഞോ. തലമുറകളെ നോക്കി പ്രവചിക്കുക, കുടുംബത്തെ നോക്കി പ്രവചിക്കുക, ഭാര്യയെ നോക്കി പ്രവചിക്കുക, ഭർത്താവിനെ നോക്കി പ്രവചിക്കുക. ആമേൻ. സ്തോത്രം. ആശയ്ക്ക് വിരോധമായ ആശയോടെ ഇന്ന് പകൽക്കാലം പ്രവചിക്കാൻ കഴിയുമോ? ദൈവകുഞ്ഞെ, നിന്റെ പേരാണ് സക്സസ്, നിന്റെ പേരാണ് സമ്പൂർണ്ണ ജയം.
പരാജയത്തെ നോക്കി നിരാശപ്പെട്ട് മാറി നിന്ന് വിലപിക്കാനല്ല. ഇന്ന് പകൽ ചിലതിനെ നോക്കി നീ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. വറ്റിപ്പോകുന്ന ഉറവയിൽ നിന്ന് കുടിച്ച ഏലിയാവ് പറഞ്ഞപ്പോൾ കലത്തിലെ മാവ് വർദ്ധിച്ചു വന്നെങ്കിൽ വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവയിൽ നിന്ന് കുടിച്ച ദൈവകുഞ്ഞെ നീ പറഞ്ഞാൽ സക്സസ് ആകില്ലെന്ന് ആരാ പറഞ്ഞേ? ഇന്ന് പകലൊന്ന് പറഞ്ഞു നോക്കിയേ. ആമേൻ, സ്തോത്രം. അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഏത് മേഖലകളിലാണ് ദൈവകുഞ്ഞെ നീ പരാജയപ്പെട്ട് കിടക്കുന്നു, ആ മേഖല നോക്കി ഇന്ന് പകൽ ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്ന് ഇന്ന് പകൽ നീ പ്രവചിക്കുക. ദൈവം ഇന്ന് പകൽക്കാലം ഒരു പ്രവചനത്തിന്റെ ആധാരം നിനക്ക് തന്നിട്ടുണ്ട്. ഇന്ന് പകൽ എവിടെയാണ് നിന്റെ പരാജയം? എവിടെയാണ് നിന്നെ വേദനപ്പെടുത്തിയത്? എവിടെയാണ് ഇന്ന് പകൽക്കാലം നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം? അതിനെ നോക്കി ഇന്ന് പകൽക്കാലം ഒന്ന് പ്രവചിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ നീ സക്സസ് കാണും, നീ ജയം, സമ്പൂർണ്ണ ജയം നീ കാണും ഇന്ന് പകൽ. ഹല്ലേലൂയ, ആമേൻ. അല്പസമയ സ്തോത്രം പറഞ്ഞ് ഒന്ന് പ്രവചിച്ചിട്ടൊന്ന് പോയേ. ഇന്ന് പകൽ ഞാൻ പറയും, ഇതിനകത്തുനിന്ന് പ്രവചിച്ചിട്ട് പോകുന്ന ദൈവ പൈതലേ, ഈ ഡോറ് തുറന്ന് നീ പുറത്തിറങ്ങി നീ ആ പ്രവചനത്തിന്റെ മറുപടി കണ്ട് സന്തോഷിക്കും. അടുത്ത ആഴ്ചയിൽ നീ അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ഞാൻ മൈക്ക് നിങ്ങൾക്ക് തരും, നിങ്ങൾ സമ്പൂർണതയുടെ സാക്ഷ്യം പറയും. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം തലമുറയെ നോക്കി നീ പ്രവചിക്കണം, കുടുംബത്തെ നോക്കി നീ പ്രവചിക്കണം, നിന്റെ ജോലിയെ നോക്കി നീ പ്രവചിക്കണം, നിന്റെ ഭാവിയെ നോക്കി നീ പ്രവചിക്കണം. ഹല്ലേലൂയ. എവിടെയാണോ സമ്പൂർണത വെളിപ്പെടാതെ കിടക്കുന്നു അതിനെ നോക്കി ഇന്ന് പകൽ നീ പ്രവചിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ നീ സക്സസ് കാണും. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ സഭയെ നോക്കി ഞങ്ങൾ ആമേൻ സ്തോത്രം പ്രവചിച്ചു പറയുകയാ. കർത്താവേ, ഈ പട്ടണത്തിൽ അനേകർ ക്ഷാമകാലത്ത് ആമേൻ സ്തോത്രം നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനം ഈ പട്ടണത്തിനകത്തുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രവചിക്കുകയാ, ആ നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി ആമേൻ ഞങ്ങൾ സക്സസ് ആകാൻ പോകുക. ആമേൻ കർത്താവേ, ആമേൻ ആരും നശിച്ചു പോകാതിരിപ്പാൻ നിന്റെ മഞ്ഞും മഴയും പെയ്യേണ്ടതിന് ഇന്ന് പകൽ ദൈവസഭ സക്സസ് ആകട്ടെ, സഭ സക്സസ് ആകട്ടെ, ഞങ്ങളെ കുടുംബം സക്സസ് ആകട്ടെ. കർത്താവേ, സമ്പൂർണ്ണ ജയം കാണട്ടെ, ഞങ്ങളുടെ തലമുറകൾ സമ്പൂർണ്ണ ജയം കാണട്ടെ. ആമേൻ സ്തോത്രം. ഇന്നലെ കണ്ടത് ഞെരുക്കമാണെങ്കിൽ, ഞരക്കമാണെങ്കിൽ ഞങ്ങളുടെ തലമുറകൾ സമ്പൂർണ്ണ ആമേൻ സമ്പൂർണ്ണ സമൃദ്ധി കാണട്ടെ, സമ്പൂർണ്ണ ഐശ്വര്യം കാണട്ടെ. ആമേൻ. ഞങ്ങളുടെ വീട്ടിനകത്ത് ഐശ്വര്യം, ഞങ്ങളുടെ പട്ടണത്തിനകത്ത് ഐശ്വര്യം. ആമേൻ. ഞങ്ങൾ പോകുന്നിടത്ത് സമൃദ്ധി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഞങ്ങൾ കാണട്ടെ കർത്താവേ. ഇന്ന് പകൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ദൈവമക്കളെ, വറ്റിപ്പോകുന്ന തോട്ടിന്ന് കുടിക്കാൻ നിൽക്കരുത്. വറ്റിപ്പോകാത്ത ഒരു ഉറവ നമുക്കുണ്ട്. 3.5 വർഷം കലത്തിൽ പൊങ്ങിയ മാവിൽ നിന്ന് അപ്പം ഉണ്ടാക്കി തിന്നാൻ നിൽക്കരുത്. നമുക്കൊരു ജീവന്റെ അപ്പമുണ്ട്. ഈ നദിയിൽ നിന്ന് കുടിക്കുന്നവൻ, ഈ അപ്പം തിന്നുന്നവൻ, അവൻ പരാജയപ്പെട്ടു പോകത്തില്ല, അവൻ സക്സസ് ആകും. അവൻ പട്ടണത്തിൽ സമ്പൂർണ്ണ ജയം കാണും, വീട്ടിൽ സമ്പൂർണ്ണ ജയം കാണും, അവൻ പോകുന്ന രാജ്യങ്ങളിൽ സമ്പൂർണ്ണത കാണും, അവൻ കൈവയ്ക്കുന്നത് സമ്പൂർണ്ണത കാണും, അവൻ്റെ കാലിടുന്ന ദേശം സമ്പൂർണ്ണത കാണും. താങ്ക് യു ഫാദർ, താങ്ക് യു അപ്പ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ സമയം ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ഓർക്കുന്നപ്പ, ഈ മാസം, ഈ 6-ാം മാസം ദൈവസഭയ്ക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്ത ഈ സക്സസ് കർത്താവ് ഇന്ന് പകൽ 1-ാം തീയതി ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ ഈ സൺഡേ ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ദേശങ്ങളിൽ ഞങ്ങൾക്ക് തന്ന അധികാരത്തിൽ ഞങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നപ്പാ. പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കണപ്പാ. പാസ്റ്ററും സക്സസ് ആകട്ടെ എല്ലാ മേഖലയിലും, പാസ്റ്ററിൻ്റെ ലൈഫിലെ എല്ലാ വഴികളിലും സക്സസ് ആകട്ടെ അപ്പാ. ഇന്ന് പകൽ കർത്താവെ, നല്ല വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആഴമായ പൊരുളുകളെ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ലൈഫിനെ ദൈവം സക്സസ് ആക്കിയതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന, ലൈവിലൂടെ കേട്ട എല്ലാവരെയും ദൈവം സക്സസ് ആക്കിയതിനായി സ്തോത്രം.
ആരും പരാജയത്തിലല്ല കർത്താവേ. എല്ലാവരും സമ്പൂർണ്ണ വിജയം കാണത്തക്കവണ്ണം, ഐശ്വര്യം കാണത്തക്കവണ്ണം, സമൃദ്ധി കാണത്തക്കവണ്ണം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ നീട്ടപ്പെട്ട ഓഫറിങ്ങിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ മക്കളെ ദൈവം സമ്പൂർണ്ണമായി അനുഗ്രഹിച്ച് മാനിക്കണം. അവർ സമൃദ്ധി കാണട്ടെ, സമ്പൂർണ്ണത കാണട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. കർത്താവെ സ്തോത്രം. സംഘടന പ്രബോധനം ചെയ്ത മാത്യു പാസ്റ്ററിനായ സ്തോത്രം. ദൈവം പിന്നെയും ബലപ്പെടുത്തണം. അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണം. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് മാനിക്കണം. ലൈവിലൂടെ കണ്ട എല്ലാവരെയും, ഇനി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇന്നും മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് നാൾ വരെയും നാം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.